നമസ്കാരം. ജനമനസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ജനമനസ് ഇന്ന് അത്യുത്തര കേരളത്തിലേക്ക് കടക്കുകയാണ്. ഈ എപ്പിസോഡിൽ ചർച്ചയ്ക്കെടുക്കുന്നത് വയനാട് വടകര മണ്ഡലങ്ങൾ. എന്നോടൊപ്പം ഡോക്ടർ എം എ ലാലും ശ്രീ എ സജീവനും. കോഴിക്കോട് ഇറങ്ങി ചുരം കയറി പോകുന്ന മണ്ഡലം മാത്രമല്ല വയനാട്. 3 ജില്ലകളെ കുറിച്ച് പറയേണ്ടി വരും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ. കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല, പിന്നെ വയനാടിൻ്റെ തനതായ പ്രദേശങ്ങളും. ഇങ്ങനെയുള്ള വയനാട് ലോക്സഭാ മണ്ഡലമാണ് ഇപ്പോൾ 2009 ശേഷമുള്ള മണ്ഡലം. പഴയ വയനാട് വേറെ രീതിയിലും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. വയനാട് 2014 എങ്ങനെയായിരുന്നു? MI ഷാനവാസ് വീണ്ടും വിജയിച്ച 2014 കോൺഗ്രസിന് കിട്ടിയത് 3,77,035 വോട്ടുകൾ. സത്യൻ മൊകേരി CPI നേതാവിന് 3,56,165 വോട്ടുകൾ. PR രശ്മിൽനാഥ് BJPക്ക് വേണ്ടി 80,752 വോട്ടുകൾ. ഷാനവാസിന്റെ ഭൂരിപക്ഷം 2014 നന്നായി കുറഞ്ഞിരുന്നു. 20,870 വോട്ടുകളാണ്. വോട്ടിംഗ് ശതമാനം 73.29. സജീവൻ ഒരുപക്ഷെ അന്തരിച്ച ഷാനവാസാണ് ഇപ്പോൾ ചർച്ചയിൽ. ഷാനവാസ് 2014 നേടിയ ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതാണ്. അടിവരയിട്ട് പറയാൻ വേണ്ടി തന്നെയാണ് അത് പറഞ്ഞത്. എന്താണ് വയനാട് ഇപ്പോൾ PP സുനീർ ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ? വയനാട് 2014-ലെയും 2009-ലെയും തെരഞ്ഞെടുപ്പുകളെ താരതമ്യപ്പെടുത്തുകയാണ് ആദ്യം വേണ്ടത്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും മത്സരിക്കുന്ന മുന്നണികളും പാർട്ടികളുമൊക്കെ. 2009 ഷാനവാസ് 1,53,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ്. അന്നാണ് ഈ മണ്ഡലം ഭൂജാതമാകുന്നത്. ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചാന്ന് പറഞ്ഞ പോലെ കടിപിടി കൂടിയ 1 ഡസൻ നേതാക്കന്മാരെ, കോൺഗ്രസ് നേതാക്കന്മാരെ എനിക്കറിയാം. ഇത് വെറുതെ പറയുന്നില്ല, എനിക്ക് കൃത്യമായിട്ടറിയാം. അത് കിട്ടാത്തതിൻ്റെ പേരിൽ പല ദേശീയ നേതാക്കന്മാരെയും വിളിച്ച് പരിഭവം പറയുകയും സങ്കടം പറയുകയും ദേഷ്യം കാണിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെ എനിക്കറിയാം. അവിടെ അന്നത്തെ ഓട്ടത്തിൽ ഷാനവാസിനാണ് കിട്ടിയത്. അന്ന് 1,53,000 വോട്ട് കിട്ടി. അപ്പോൾ പല ആളുകളും പറഞ്ഞു വീരേന്ദ്രകുമാറിൻ്റെ ജന്മനാടാണ്, അതുകൊണ്ടൊക്കെയുള്ളതാണ് കൂടി പറഞ്ഞു. പക്ഷേ അല്ല, നമുക്ക് കൃത്യമായിട്ട് വയനാടിൻ്റെ ഒരു പ്രത്യേകത, വയനാട് ലാലു നേരത്തെ പറഞ്ഞ പോലെ 3 ജില്ലകൾ ഉള്ളതാണ്. വയനാട് പൂർണ്ണമായിട്ടും വരുന്നു. വയനാട്ടിലെ 3 മണ്ഡലങ്ങൾ അതിൽ വരുന്നു. ഈ മലപ്പുറം ജില്ല ഇതിൽ വരുന്നു. മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങൾ വരുന്നു. കോഴിക്കോട്ട് ഒരു മണ്ഡലം. ഇങ്ങനെയുള്ള 7 മണ്ഡലങ്ങൾ നിൽക്കുന്ന ആ സ്ഥലത്താണ് ഇപ്പോൾ മലപ്പുറത്ത് വണ്ടൂരും നിലമ്പൂരും എറണാടും, ഈ 3 മണ്ഡലങ്ങൾ. മറ്റിടത്ത് സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും മാനന്തവാടിയും, കോഴിക്കോട്ട് തിരുവമ്പാടി. ഈ 3 മണ്ഡലങ്ങളിൽ ഏറ്റവും വയനാടിനെ ശരിക്കും പിടിച്ചു നിർത്തുന്നത്, ശക്തമായി നിർത്തുന്നത് ഈ പറയുന്ന മലപ്പുറത്തെ 3 മണ്ഡലങ്ങളാണ്. അത് മലപ്പുറത്ത് ലീഗ് കോട്ടകൾ. നിലമ്പൂർ എന്ന് പറഞ്ഞത് കഴിഞ്ഞ തവണ അവിടെ അൻവർ ജയിച്ചെങ്കിൽ പോലും അതൊരു കോൺഗ്രസ് കോട്ടയും ലീഗ് കോട്ടയും തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള 3 മണ്ഡലങ്ങളെ കൊണ്ട് മാത്രം ഇത്ര നേട്ടം ഉണ്ടാക്കി. പക്ഷേ 2014 വന്നപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ 1,53,000 20,000 കുറയുന്നത് എന്തൊരു വീഴ്ചയാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ അതിനുള്ള കാരണം നമുക്കറിയില്ല. കാരണം പോലും പറയാൻ പറ്റും. കാരണം ഈ പറയുന്ന വീരേന്ദ്രകുമാർ അപ്പോഴും UDFൻ്റെ ഭാഗമാണ്. പ്രത്യേകമായിട്ട് ഒരു കാരണവും ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും മറ്റ് പല മണ്ഡലങ്ങളിലെ മാറ്റങ്ങളൊക്കെ ഷാനവാസിനെ അവിടെ വയനാട്ടിലേക്ക് UDF അല്ലെങ്കിൽ കോൺഗ്രസ് ശരിക്കും അക്സെപ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളൊരു സംശയമുണ്ട്. ഷാനവാസിന് പല മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടിടത്തു നിന്നാണ് ഒരു ചാൻസ് 2009 കിട്ടുന്നത്. വിജയത്തിന്റെ ആദ്യ പടിയാണ് അന്ന് ഷാനവാസിന് കിട്ടിയത്. അവിടെ ഷാനവാസ് ഉറപ്പിച്ചേക്കുമോ, ഇനി ഷാനവാസ് ഞങ്ങൾക്കൊന്നും കിട്ടാത്ത രീതിയിലേക്ക് വയനാട്ടിൽ കൊണ്ടുപോകുമോ എന്നൊരു ചിന്ത കോൺഗ്രസിന് ഉണ്ടായിരുന്നു അവിടെ പലരും. കോൺഗ്രസ് നേതാക്കൾ ഞാൻ പറഞ്ഞു ഒരു ഡസനോളം ആളുകൾ അതിനു വേണ്ടി കളിച്ചിരുന്നു. ഷാനവാസ് ഏറ്റവും സുന്ദരമായ മണ്ഡലമല്ലേ, അപ്പോൾ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഷാനവാസിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഷാനവാസിന് ഉണ്ടായിരുന്ന ഒരു പിന്തുണ. അദ്ദേഹം പഠിച്ചത് കോഴിക്കോട്ടാണ്, ഫാറൂഖ് കോളേജിൽ പഠിച്ച ആളാണ്. മറ്റൊന്നുള്ളത് അദ്ദേഹത്തിന് ഈ മുസ്ലിം വോട്ടുകൾ, മുസ്ലിം സംഘടനകളുടെ എല്ലാ പിന്തുണയും പൂർണ്ണമായിട്ട് കിട്ടിയിരുന്നു. ആദ്യത്തെ തവണ നന്നായിട്ട് കിട്ടിയിരുന്നു. രണ്ടാമത്തെ തവണ അദ്ദേഹത്തിന് ആ ഒരു പിന്തുണ വേണ്ടത്ര ആർജിക്കാൻ പറ്റിയില്ല. അതാണ് അവിടുത്തെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. പാർട്ടി പിന്തുണ ഉണ്ടായേക്കും, ലീഗിൻ്റെ പിന്തുണ ഉണ്ടായി, പക്ഷേ സാമുദായിക സംഘടനകളുടെ പിന്തുണ വേണ്ടതുപോലെ സംഘടിപ്പിക്കാൻ അന്നത്തെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല.
ഒരു പ്രശ്നമാണ്. ഇതിനിടെ ഇത്രയും വലിയ വോട്ട് വ്യത്യാസം വന്നിടത്താണ് മൂന്നാമത്തെ തവണ ഒരു മത്സരം നടക്കേണ്ടത്. ഷാനവാസ് പോലെ പുതിയ ആൾ മത്സരിക്കണം. പുതിയ ആൾ ആരാന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വലിയ പ്രശ്നമാണ്. ഇപ്പോഴും പണ്ടത്തതുപോലെ കോൺഗ്രസ്സുകാരുടെ ഒട്ടേറെ പേർ താല്പര്യപ്പെടുന്ന ഒരു സീറ്റായിട്ട് അത് നിൽക്കുകയാണ്. ലീഗ് പോലും താല്പര്യപ്പെട്ടിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്നുള്ള രീതിയിൽ എല്ലാവരും ഉണ്ട്. ലീഗും മത്സരിച്ച സിദ്ദിഖ് തിരുവനന്തപുരത്ത് MMSN. അപ്പൊ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളുടെ താല്പര്യ കേന്ദ്രമാണ്. അവിടെ സുരക്ഷിത മണ്ഡലമാണെന്നുള്ളതാണ്. പക്ഷേ സുരക്ഷിത മണ്ഡലമാണ് എന്ന് പറയുമ്പോഴും സ്ഥാനാർത്ഥി ജനകീയനല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. കാരണം അവിടെയുള്ളൊരു ഈ 3 മണ്ഡലങ്ങളിൽ മലപ്പുറത്തെ മണ്ഡലം കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അപ്പുറത്ത് LDF-നോടൊപ്പം പോയിട്ടുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ UDF-ന്റെ ഭൂരിപക്ഷം പിന്നെയും കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. കുറഞ്ഞിട്ടുണ്ട്. നിയമസഭയിലെ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒരുപക്ഷെ PP സുനീറിനെ, ശ്രീ സജീവൻ സുനീറിനെ ഇപ്പൊ ഇടതുപക്ഷം നിർത്തിയിരിക്കുന്നതും CPI കാൻഡിഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നതും ഒരുപക്ഷെ അവർക്ക് വലിയ വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കുക ഈ മലപ്പുറത്തെ 3 മണ്ഡലങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ചിലപ്പോൾ കണ്ടിട്ടുകൂടി ആയിരിക്കണം. അത് എങ്ങനെ കാണാം? തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ സത്യൻ മൊകേരി ആദ്യത്തെ തവണ ഇവിടെ മത്സരിച്ചിരുന്നത് CPI-യുടെ റഹ്മത്തുള്ള ഉള്ളപ്പോഴാണ് ഈ 1,53,000 വന്നത്. പിന്നീട് സത്യൻ മൊകേരി അവിടെ മത്സരിക്കും. സത്യൻ മൊകേരി ഈ മണ്ഡലത്തിലൊന്നും അദ്ദേഹത്തിന്റെ തട്ടകം എന്ന് പറയുന്നത് ഈ നാദാപുരം ബെൽറ്റാണ്. മൊകേരിയൊക്കെ പെടുന്ന ആ ഭാഗമാണ്. അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിലൊന്നും അദ്ദേഹത്തിന്റെ ജന്മദേശം CPI-ക്കാരുണ്ടാകാം എന്നല്ലാതെ പ്രത്യേകമായ താല്പര്യങ്ങളല്ല കർഷകരുടെ. അത് പക്ഷെ സത്യൻ മൊകേരിക്കാണ് ഈ കുറവ് ഉണ്ടാക്കാൻ പറ്റിയില്ല. സുനീർ കുറെ കൂടി യുവ നേതാവാണ്, മലപ്പുറത്തിന്റെ പശ്ചാത്തലമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് സുനീർ ഒരു നല്ല ചോയ്സാണ്. ആ ചോയ്സ് എന്നുള്ളതിൽ സുനീറിന് വല്ല മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കും. അവിടെയാണ് ഈ പറഞ്ഞ 2016 മാനന്തവാടി LDF-ന്റെ കയ്യിലാണ് 62,436 വോട്ട്. ബത്തേരി ആണ് UDF-ന്റെ കയ്യിൽ 75,747. കൽപ്പറ്റ വീണ്ടും LDF-ന്റെ കയ്യിലാണ് 72,959. തിരുവമ്പാടി LDF-ന്റെ കയ്യിലാണ് 62,324. ഏറനാട് UDF-ന്റെ കയ്യിൽ 69,048. നിലമ്പൂർ നമ്മൾ നേരത്തെ പല എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തതാണ്. വലിയ മാതൃക ഒരു പരീക്ഷണം നടത്തിയ അൻവർ 77,858 വോട്ടിന് LDF-ന്. വണ്ടൂര് UDF-നാണ് 81,964. ആകെ LDF-ന് ഒരു 4,54,381 വോട്ടുകൾ. ചെറിയ ഭൂരിപക്ഷത്തിന് UDF മുന്നിൽ 19,000 വോട്ടിന് മാത്രം 4,73,434. 20,000-ന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് വീണ്ടും അത് കുറഞ്ഞ് 19,000-ലേക്ക് എത്തിയിരിക്കും. അതെ. NDA-ക്ക് 93,647. അപ്പൊ ഇതാണ് ചിത്രമെങ്കിൽ 2016-ലേക്ക് വന്നപ്പോഴും LDF UDF വ്യത്യാസം നേർത്തത് മാത്രമാകുമ്പോൾ 20,000-ന് താഴേക്ക് തന്നെ വന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സുനീറും UDF-ഉം മത്സരിക്കുന്നത്. അതിൽ നമ്മൾ നോക്കേണ്ട ഒരു മണ്ഡലം 2009-നും 2014-നും ഇടയിലൊക്കെ ഉള്ളതിലും ആ സമയത്ത് തിരുവമ്പാടിയുടെ ചരിത്രം ശരിക്കും പഠിക്കണം. ഒരുപക്ഷെ നമ്മൾ വയനാടിനെ കുറിച്ച് പറയുന്ന പോലെ, പാലക്കാട് LDF-ന്റെ ശക്തമായ കോട്ടയെന്ന് പറയുന്ന പോലെ, ഒരു കാലത്ത് തിരുവമ്പാടി UDF-ന് ഇത്രയും കോൺഗ്രസിന്റെ കയ്യിലായിരുന്ന മണ്ഡലം. എനിക്ക് ഓർമ്മയുള്ളത് PP ജോർജ് എന്ന് പറയുന്ന ഞങ്ങൾക്കാർക്കും ഒരു പരിചയമില്ലാത്ത ഒരാൾ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ്. തൃശ്ശൂരിൽ നിന്ന് ഒരാൾ വന്നിട്ട് അവിടെ മത്സരിക്കുന്നു. PP ജോർജ് ഞാൻ പറയുന്ന അക്കാലത്ത് ഏതാണ്ട് രാഷ്ട്രീയ രംഗത്തൊക്കെ വന്ന എന്നുള്ള ഇദ്ദേഹം വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നു. ആ തനി തൃശ്ശൂരുകാരൻ. അദ്ദേഹത്തിന് സംസാരമൊക്കെ കേട്ടാൽ അവിടെയുള്ള തിരുവമ്പാടിക്കാർക്ക് ഒരു കാര്യം മനസ്സിലാവും. പക്ഷെ കുടിയേറ്റക്കാരാണ് തിരുവമ്പാടി പ്രദേശത്ത്. കുടിയേറ്റക്കാർ ആ ഭാഗത്തുള്ള ഇതല്ല ക്രിസ്ത്യാനിയാണെന്നുള്ളതല്ല പ്രശ്നം. ഇദ്ദേഹത്തിന്റെ പ്രശ്നം ഇദ്ദേഹത്തിന്റെ സംസാരം മുഴുവൻ തനി തൃശ്ശൂരുകാരൻ്റെ. അത് കേൾക്കുമ്പോൾ തന്നെ പല ആൾക്കും ചിരിയാണ് വരിക. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ജോർജ് അവിടെ ഗംഭീര ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അവിടെ പൂർണ്ണമായിട്ടും കയ്യിൽ ആ മണ്ഡലം പിന്നീട് LDF-ന്റെ കയ്യിൽ പോകുന്നു. ഇപ്പോഴും അവിടെ LDF-ന്റെ കയ്യിലാണ്. ഇത്രയും കാലമായിട്ട് ലീഗ് മത്സരിച്ചിട്ട് പോലും ലീഗിന്റെ കയ്യിലേക്ക് പിന്നീട് വന്ന മണ്ഡലമാണ്. പിന്നീട് അത് LDF-ന്റെ കയ്യിൽ പോയിട്ട് തിരിച്ചു പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. അവിടെ ഒരു മുസ്ലിം ലീഗ് കോൺഗ്രസ് ഒരു പ്രശ്നമുണ്ട് അവിടെ ആ പ്രദേശത്ത്. എന്തോന്നു സ്ഥാനാർത്ഥി അവർക്ക് മണ്ഡലം കിട്ടണം എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്കൊരു ചർച്ചയുണ്ട്. പക്ഷെ അത് അന്ന് വിട്ടുകൂടെ. പക്ഷെ ആ പ്രശ്നമല്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ഉള്ളത് ലീഗ് വോട്ട് നന്നായിട്ടുള്ള സ്ഥലമാണ്.
ഒരു പ്രത്യേക ഏരിയ. പിന്നീട് കുടിയേറ്റ വോട്ടുകളിലാണ് ക്രിസ്ത്യൻ വോട്ടുകൾ. ഈ ആൾ പണ്ട് തിരുവമ്പാടിയിൽ മുഴുവൻ കോൺഗ്രസ്സുകാരായിരുന്നു. ക്രിസ്ത്യൻ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസ്സുകാരും ലീഗ് വോട്ടുകൾ മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ ആളുകളായിരുന്നു. അതിനെ മറികടന്നുകൊണ്ടാണ് ഈ തരത്തിൽ ജോർജ് ജോസഫിനെ വെച്ചുകൊണ്ട് അവർ അവിടെ പിടിച്ചെടുക്കുന്നത്, ജോർജ് തോമസിനെ വെച്ചുകൊണ്ട് പിടിച്ചെടുക്കുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ നോക്കേണ്ട പണ്ട് കാലത്ത് സിറിയക് ജോണിനെ പോലുള്ള ആളുകളൊക്കെ ആ പ്രദേശം കയ്യിൽ എടുത്ത് നിന്നിരുന്നതാണ്. ഇവിടെ ഇതിനൊക്കെ മാറ്റം വരുത്തിയിട്ട് ഇങ്ങനെ സംഭവത്തിലേക്ക് പോയ ഒരു ചരിത്രമുള്ളത് കൊണ്ട് നമ്മൾ ഈ തിരുവമ്പാടിയുടെ ഒരു പാഠം അല്ലെങ്കിൽ തിരുവമ്പാടിയുടെ ഒരു മാതൃക മുന്നിലുള്ളതുകൊണ്ട് LDFന് പ്രതീക്ഷിക്കാവുന്ന മണ്ഡലമാണ്. ഒന്നിങ്ങനെ പറഞ്ഞാൽ മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റ വീരേന്ദ്രകുമാറിന് നല്ല സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു തരത്തിൽ വേണമെങ്കിൽ ഇപ്പോൾ LDFന്റെ കൂടെ നിൽക്കുന്ന ഈ ലോക് താന്ത്രിക് ജനതാദളിന് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ്. തിരുവമ്പാടിക്ക് അങ്ങ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രത്യേകതയുണ്ട്. LDFന് കൂടെ നിൽക്കുന്നു, LDF പിടിച്ചെടുത്ത ഒരു മണ്ഡലമാണ്. ഏറനാട്, നിലമ്പൂർ, വണ്ടൂരിൽ PP സുനീറിനും നല്ല സ്വാധീനം, PV അൻവറിന്റെ നിലമ്പൂർ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞിരിക്കുന്ന UDF ആണ് MI ഷാനവാസ് 2014. ഇപ്പോൾ UDF കാൻഡിഡേറ്റിന്റെ കാര്യത്തിലും PP സുനീറിനോളം അപ്പുറത്താര് എന്ന രീതിയിൽ വലിയ ചർച്ചയുമുള്ള സമയത്ത് കൂടുതൽ അഡ്വാൻറ്റേജ് ആർക്ക്? കൂടുതൽ അഡ്വാൻറ്റേജ് ഒന്നുമില്ല, ഞാൻ പറഞ്ഞ പ്രതീക്ഷയുടെ കാര്യമാണ്. 2009-ലെയും 2014-ലെയും ഈ ഭൂരിപക്ഷത്തിൻ്റെ വ്യത്യാസം അതൊരു വ്യത്യാസം തന്നെയായിട്ടാണ് കാണുന്നത്. കാരണം 1,53,000 നിന്ന് ഒറ്റയടിക്ക് ഇത്രയും കുറഞ്ഞ ഒരു മണ്ഡലം ഉണ്ടായിട്ടില്ല. 2009-ലും 2014-നും ഇടയിലുള്ള ഈ റിസൾട്ട് വരുമ്പോൾ മണ്ഡലങ്ങളിൽ കുറേ വോട്ട് കുറയും, പക്ഷെ ഇത്ര ഭീകരമായിട്ട് രൂപത്തിൽ കുറഞ്ഞ ഒരു സ്ഥലവും ഉണ്ടായിട്ടില്ല. ആ കൂട്ടത്തിൽ 78,426 പുതിയ വോട്ടർമാർ വരിക കൂടി ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുതിയ വോട്ടർമാർക്ക് എല്ലാവരും ഒരു സ്ഥലത്തേക്കല്ല പോകുന്നത്, വിഭജിച്ചാണ് പോവുക. പക്ഷേ ഒരു പുതിയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നല്ല കടുത്ത പോരാട്ടം തന്നെയാണ് വയനാട്ടിൽ. കടുത്ത പോരാട്ടത്തിലേക്ക് കൊണ്ടുപോകാവുന്ന ഒരു സ്ഥലമാണ് വയനാട്. കടുത്ത പോരാട്ടം നടക്കണമെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയുടെ ഇപ്പുറത്തുള്ള സ്ഥാനാർത്ഥി പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സ്ഥാനാർത്ഥി വളരെ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞാൻ പറഞ്ഞൊക്കെ മായ്ക്കും. വടകര വയനാട് പോലെയല്ല, വളരെ വ്യത്യസ്തമായ വലിയ ചർച്ച നടക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വയനാട്ടിൽ നിന്ന് വടകരയിലേക്ക് എത്തുമ്പോൾ തികച്ചും രാഷ്ട്രീയമായ പോരാട്ടം എന്ന് പറയാം. CPMന് അവിടെ നിർത്താൻ പറ്റുന്നതിൽ മികച്ച സ്ഥാനാർത്ഥി എന്ന് ഇതിനകം ചർച്ച വന്നു കഴിഞ്ഞ P ജയരാജൻ ആണ് അവിടെ. അപ്പുറത്ത് മുല്ലപ്പള്ളിയുടെ സിറ്റിംഗ് സീറ്റാണ്. മുല്ലപ്പള്ളി KPCC പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ അവിടെ മത്സരിക്കാൻ സാധ്യതയില്ലാതെ വരികയും കൂടി ചെയ്യുന്ന ഘട്ടത്തിൽ എന്താകും വടകര എന്ന് നോക്കണമെങ്കിൽ ആദ്യം 2014 മുല്ലപ്പള്ളിക്ക് 4,16,479 വോട്ടുകൾ, AN ഷംസീറിന് 4,13,173 വോട്ടുകൾ, VK സജീവൻ BJPക്ക് വേണ്ടി നേടിയത് 76,313. ഭൂരിപക്ഷം മുല്ലപ്പള്ളിക്ക് 3,306. ഷംസീർ എന്ന ചെറുപ്പക്കാരൻ അങ്ങനെ മുല്ലപ്പള്ളിയെ വിറപ്പിച്ച് ജയിപ്പിച്ചു എന്നാണ് പറയുക. അങ്ങനെ 3,306. വോട്ടിംഗ് ശതമാനം 81.24. 2014 മുല്ലപ്പള്ളിക്ക് ഒട്ടും ഒരു ആശ്വാസം ഉണ്ടാക്കി കൊടുത്തതല്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ 2019 പോകുമ്പോൾ എങ്ങനെയാണ് സജീവൻ? ഇപ്പോൾ ജയരാജൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഞാൻ ആ സ്ഥാനാർത്ഥിത്വത്തിനെ കുറിച്ച് പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ പേര് പറഞ്ഞ സമയത്ത് ഞാൻ അന്ന് പറഞ്ഞിരുന്നത് ജയരാജനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഇനി ആര് ജയരാജനെതിരെ നമ്മൾ പാലക്കാട്ട് പറഞ്ഞ പോലെ ആരായിരിക്കും ജയരാജനെ മത്സരിക്കാൻ സാധ്യതയുള്ളത്? വലിയ ജയരാജൻ നമ്മൾ പല ആളുകളും അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോഴേ കാരണം കൊലപാതകി എന്നൊക്കെ രീതിയിലൊക്കെയാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചിരുന്നത്. ഒന്ന്, അദ്ദേഹം കൊല്ലപ്പെട്ടൊരവസ്ഥയിൽ നിന്ന് മരിച്ചു എന്ന് എതിരാളികൾ ഉറപ്പിച്ചൊരവസ്ഥയിൽ നിന്ന് ജീവിച്ചു വന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ജീവിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോഴും അതിൻ്റെ എല്ലാ അടയാളങ്ങളും ശരീരത്തിൽ പേറി നടക്കുന്ന ഒരാളാണ്. അതൊന്ന്. രണ്ടാമത്തെ, അദ്ദേഹത്തിനെതിരെ ഈ വന്ന് CPM അവിടെയുള്ള CPM കുട്ടികൾ പോലും പറയുന്നത് അദ്ദേഹത്തെ അരിയിൽ ഷുക്കൂർ കൊലക്കേസിൽ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങളുടെ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നൊരു രാഷ്ട്രീയ ഗൂഢാലോചനയല്ലേ? ആ പ്രചരണം അന്നു മുതലേ ഉണ്ട്. അത് ശക്തമായിട്ട് ചെയ്യും. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ആളാന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കയ്യും കാലും നോക്കൂ എന്ന് പറയുന്ന രീതിയിലേക്ക് പോകും. കാരണം CPMകാർക്ക് ആവേശമുണ്ടാക്കുന്ന എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ പാർട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് പലപ്പോഴും പറഞ്ഞിരുന്ന കാര്യമുണ്ടല്ലോ, ജയരാജൻ്റെ പേരിൽ പാട്ട്, ജയരാജൻ്റെ പേരിൽ വീഡിയോ, അങ്ങനെയൊക്കെ പറയുന്ന കട്ടൗട്ടുകൾ,
ജയരാജൻ ജനകീയ നേതാവാണ് എന്നുള്ള കാര്യത്തിൽ CPM-മാർക്കിടയിൽ CPM-കാർക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു നേതാവാണ്, സംശയമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പലപ്പോഴും അദ്ദേഹത്തിനുള്ള നേട്ടം. അദ്ദേഹം ഇപ്പോഴും പിന്നെ സാധാരണക്കാരനാണ്. ജയരാജൻ വലിയ നേട്ടം കൊയ്തു എന്ന് ആർക്കും പറയാം. അപ്പൊ സജീവൻ, ഒരുപക്ഷെ നമ്മൾ 2016 അവസ്ഥ കൂടി നോക്കിയാൽ വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ എന്തായിരുന്നു ഈ പറഞ്ഞ ചിത്രം? ഇപ്പൊ സജീവൻ വിശദീകരിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ രാഷ്ട്രീയമായി കാണുന്ന ആ മണ്ണിൽ ആ പോരാട്ടത്തിൽ ആര് മുന്നിൽ നിൽക്കുന്നു എന്ന് നോക്കുക. നിയമസഭയിലേക്ക് ജയിപ്പിച്ചത് ഇടതുപക്ഷത്തിനെ വീണ്ടും ജയിപ്പിച്ചത് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ മണ്ണിൽ ജയിപ്പിച്ചത് എങ്ങനെയാണ് നോക്കുക. തലശ്ശേരിയിൽ 70,741 വലിയ വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. കൂത്തുപറമ്പിൽ 67,013 വോട്ടുകളുടെ ഭൂരിപക്ഷം. വടകരയിൽ 49,211. കുറ്റിയാടിയിൽ മാത്രമാണ് നേരിയ ഭൂരിപക്ഷത്തിന് UDF-ന് മുന്നോട്ട് പോകാൻ സാധിച്ചത്, 71,807. പരാജയത്തിനെ പറ്റി അവിടെ ഒരു വേറൊരു ഇതുണ്ട്. അത് രാഷ്ട്രീയ തോൽവിനൊക്കെ അപ്പുറത്ത് വേറെ കഥ കൂടിയുണ്ട്. യെസ്. നാദാപുരത്ത് 74,742 വോട്ടുകളുടെ ഭൂരിപക്ഷം വോട്ടുകൾ LDF-ന്. കൊയിലാണ്ടിയിൽ 70,593 വോട്ടുകൾ. പേരാമ്പ്രയിൽ 72,359. അങ്ങനെ മൊത്തത്തിൽ 4,75,311 LDF-ന്. UDF-ന് 3,98,318. NDA-ക്ക് 1,14,317. ഈ പറയുന്ന വ്യത്യാസം ഇടതുപക്ഷത്തിന് തറപറ്റിക്കാൻ വേണ്ട മണ്ണ് എന്ന് മറ്റുള്ളിടത്തൊക്കെ പ്രചരണം നടത്തിയ വടകരയിൽ ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നോക്കേണ്ടത്. 76,000 ആനുകൂല്യം. അതെ, അതിൽ നോക്കേണ്ട നമ്മൾ രണ്ട് മണ്ഡലങ്ങൾ നോക്കണം. ഒന്ന് കൂത്തുപറമ്പ്. അതെ, കൂത്തുപറമ്പ് എന്ന് പറയുന്നത് പഴയ PR കുറുപ്പിന്റെ തട്ടകമാണ്. കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിലും 2016 തെരഞ്ഞെടുപ്പിലും ഈ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയിലാണല്ലോ മോഹൻ. മോഹൻ LDF-ന്റെ ആളല്ല, UDF-ന്റെ ആളാണ്. അന്ന് കുറുപ്പിനുള്ള സ്വാധീനത്തിന്റെ ഏതാണ്ട് അടുത്തുള്ള സ്വാധീനമുള്ള ആളാണ് മോഹൻ. ആ സ്ഥലത്ത് അവിടെ UDF LDF ജയിച്ചു കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ. പ്ലസ് മോഹൻ്റെ അല്ലെങ്കിൽ PR കുറുപ്പിന്റെ പിന്നാലെ വരുന്ന വോട്ടുകൾ, അദ്ദേഹത്തിന് സ്വാധീനമുള്ള വോട്ടുകൾ അതുകൂടി ചേർക്കണം. രണ്ടാമത്തെ കൊയിലാണ്ടി ഒരു കാലത്ത് UDF മണ്ഡലമായിരുന്നു. പത്മയെ പോലുള്ള ആളുകളൊക്കെ ജയിച്ച സ്ഥലമാണ്. അവിടെയാണ് ദാസൻ ഒരു ആ പ്രദേശത്തുകാരുടെ അവിടുത്തെ അവരുടെ കൊയിലാണ്ടി മുനിസിപ്പൽ ചെയർമാനായിരുന്ന T. ദാസൻ അവിടെ ജയിക്കുന്നത്. ഇത്രയും വോട്ട് അദ്ദേഹം ജനകീയ നേതാവായിട്ട് വന്നതാണ്. അപ്പം ഈ അവിടെ കൊയിലാണ്ടിയെ പോലൊരു മണ്ഡലം ചുവന്നു കിടക്കുന്നുണ്ട്. കൂത്തുപറമ്പിൽ കഴിഞ്ഞ തവണയുള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തുള്ളത് ഈ ചന്ദ്രശേഖരൻ്റെ മരണത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. RMPയിൽ ഇപ്പോഴുണ്ടാകുന്ന RMP പഴയ ഒരു ശക്തി ഉണ്ട് എന്ന് RMPക്കാർ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നവും കുറവാണ് എന്ന് പൊതുവെ കേൾക്കുന്നുണ്ട്. ഈ ജനതാദളിന് ഇവിടെ മാത്രമല്ല, വടകര എന്ന് പറയുന്നത് ഇപ്പം 2 ജനതാദളും വീരേന്ദ്രകുമാറിൻ്റെ ജനതാദളും ഇപ്പുറത്ത് മറ്റൊരു ഈ CK നാണുവിൻ്റെ ജനതാദളും, അവിടെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയാം, CK നാണുവിൻ്റെ ജനതാദളും ഇപ്പുറത്താണ്. അവിടെ വല്ലാതെ ഈ TP വിഷയത്തിൽ കിടന്ന് കുരുങ്ങി RMPയുടെ പുറകെ പോയി മറ്റു രാഷ്ട്രീയം പറയാതെ അവിടെ കുരുങ്ങിപ്പോയ ഒരു അവസ്ഥ കൂടിയുണ്ട് ഈ പറയുന്ന പ്രദേശത്ത്. ഒരു കാര്യം CPM-ന് ഗുണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അല്ല, അത് ഒരു വടകരയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിയാൽ ആദ്യഘട്ടത്തിൽ സോഷ്യലിസ്റ്റുകളുടെ കയ്യിൽ തുടക്കം മുതൽ 51 മുതൽ സോഷ്യലിസ്റ്റുകളുടെ ജയമാണ് പല രൂപത്തിൽ. KMPP, SSP എന്നൊക്കെ പറഞ്ഞു വന്നു. പിന്നീട് ഈ ഇത് ഉണ്ണികൃഷ്ണന്റെ ജയമാണ്. 71 ഉണ്ണികൃഷ്ണൻ വരുന്നത് അത് തന്നെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഞെട്ടിയതാണ്. NPC-ക്ക് അറിയാം. പിന്നെ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് മുമ്പ് സത്യത്തിൽ ചുവരെഴുത്ത് നടന്ന ലീലാ ദാമോദര മേനോന് വേണ്ടിയിട്ട് ചുവരെഴുത്ത് നടന്ന വ്യാപകമായിട്ട് ചുവരെഴുത്ത് നടന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ വരുന്നു. ഉണ്ണികൃഷ്ണനെ അന്ന് ഒരു കോൺഗ്രസ്സുകാർക്കും ഇവിടെ പരിചയമില്ല. പന്നിക്കരക്കാരനാണെങ്കിൽ പോലും പത്രപ്രവർത്തനം എന്നുള്ള നിലയ്ക്കല്ലാണ്ട് അപ്പുറത്തേക്ക് അറിയില്ല. ഇന്ദിരാഗാന്ധിയുടെ താല്പര്യത്തിൽ വരുന്നു. ആ ഉണ്ണികൃഷ്ണൻ അക്കാലത്ത് ജയിച്ചു, 77-ലും ജയിച്ചു കോൺഗ്രസ്സുകാരനായിട്ടും. പിന്നീട് തുടർച്ചയായിട്ട് ജയിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ടല്ല, കോൺഗ്രസ് വിരുദ്ധനായിട്ടാണ് ജയിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണനെ തോൽപ്പിക്കുക എന്ന് പറയുന്ന പ്രത്യേകമായ താല്പര്യമെടുത്തിട്ട് ഉണ്ടായ ഒരു സംഭവം സഖ്യമുണ്ടല്ലോ, പഴയ കോലീബി എന്ന് പറയുന്നത്. വടകരയിലും ബേപ്പൂരും നടത്തി, നിയമസഭയിൽ ബേപ്പൂരും വടകര ലോക്സഭയിലും. അന്ന് ഈ
ഈഴവ വോട്ടുകൾ കൂടി അവിടെ പരമാവധി സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് അഡ്വക്കേറ്റ് രത്നസിംഗിനെ അവിടെ വെച്ചിരുന്നത്. പക്ഷേ 4 നിലയിൽ പൊട്ടി. അവിടെ നിന്ന് പിന്നെ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ അവിടെ തോറ്റ ഒരാളാണ്, ഉണ്ണികൃഷ്ണനോട് തോറ്റ ആളാണ്. PM സുരേഷ് ബാബു, സുജന ബാലൊക്കെ തോൽവിയുടെ കുറേ കോൺഗ്രസ് കഥകളുണ്ട്. അതിനുശേഷം ഉണ്ടാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഒരു പ്രത്യേക പ്രതിസന്ധി 2009 അവിടെ. അതിന് മുമ്പ് CPM-ന്റെ കയ്യിൽ തന്നെ സതീദേവി, പിന്നെ MK പ്രേമജൻ, ഓ ഭരതനിലൂടെ പിന്നെ ഭരതനാണ് പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം AK പ്രേമജൻ വന്നു, സതീദേവി വന്നു. പിന്നീടാണ് മുല്ലപ്പള്ളി ജയം വരുന്നത്. അതുപോലും മുല്ലപ്പള്ളി ജയിക്കുന്നത് അക്കാലത്ത് TP ചന്ദ്രശേഖരൻ്റെ ഒരു പ്രത്യേക തന്ത്രം കൊണ്ടാണ്, അല്ലെങ്കിൽ ജയിക്കില്ലായിരുന്നു. TP ചന്ദ്രശേഖരനാണ് RMP CPM വോട്ടുകൾ പരമാവധി വിഘടിച്ചു നിൽക്കുന്ന CPM വോട്ടുകൾ പരമാവധി സ്വാധീനിക്കാൻ വേണ്ടി അദ്ദേഹം സ്ഥാനാർത്ഥിയായി. അതുകൊണ്ട് CPM-ലെ വോട്ടുകൾ പരമാവധി ചോർത്തി. ആ ഒറ്റ കാര്യം കൊണ്ടാണ് അവിടെ അന്ന് ജയിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും വോട്ടുകൾ 56,000-ൻ്റെ ഭൂരിപക്ഷം അക്കാലത്ത് കിട്ടിയിരുന്നത്. പിന്നീട് അത് കുറയുന്നതിന് കാരണം ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു ബുദ്ധി കേന്ദ്രം പിന്നീട് ഇല്ല എന്നുള്ളത്. എന്തായാലും 1,00,000-ഓളം പുതിയ വോട്ടർമാർ കൂടി അവിടെയുണ്ട്. 50,088 പുതിയ വോട്ടർമാർ. അത് ഏത് രീതിയിൽ അവിടെ പ്രതിഫലിക്കുമെന്നുള്ളതും ഇപ്പോൾ P. ജയരാജൻ സ്ഥാനാർത്ഥിയായി, അപ്പുറത്ത് മുല്ലപ്പള്ളി പോകുന്ന മണ്ഡലം എന്നുള്ളതും കൂടി, സിറ്റിംഗ് MP അവിടെ മത്സരിക്കുന്നില്ല എന്നുള്ളത് കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നത് വടകരയിൽ മറുപടി പറയാൻ നിൽക്കുന്നത് ജയരാജനോ CPM-ഓ അല്ല, വടകരക്കാർ തന്നെയാണ് ഇത്തവണ. ജയരാജൻ കൂടി വന്ന് നിൽക്കുമ്പോൾ മറുപടി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് മറ്റുള്ളവർക്ക് എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ആരെ നിർത്തും എന്ന കാര്യത്തിൽ ആണ് ഇപ്പോൾ ചർച്ചയിൽ നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ നമുക്ക് വയനാടും വടകരയും അവസാനിപ്പിച്ച് അടുത്ത മണ്ഡലത്തിലേക്ക് അടുത്ത ദിവസം പോകാൻ വേണ്ടിയുള്ള കരുതലിലേക്ക് നിൽക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ സജീവന് നന്ദി. എന്നോടൊപ്പം ശ്രീ NP ചന്ദ്രശേഖരനും പ്രേക്ഷകരോട് നമസ്കാരം ചോദിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം.